ഞങ്ങളൊരു മൈനോറിറ്റിയാണ്, അവരൊക്കെ മെജോറിറ്റിയാണ്. വോട്ട് ബാങ്കിൽ നമുക്ക് യാതൊരു സ്ഥാനവും ഇല്ല. എനിക്ക് തോന്നുന്നു 6 പേർക്കാണ് കേരളത്തിൽ നിന്നും പത്മ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഒ രാജഗോപാലിന് പത്മഭൂഷണും ബാക്കിയുള്ളവർക്ക് പത്മശ്രീയും. ബാക്കി ആർക്കും ഒരു വിവാദത്തിൻ്റെ പാത്രമാവാനും ഉള്ള ഒരു സന്ദർഭം കിട്ടിയിട്ടില്ല. ഒരു വിഭാഗത്തെ മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്ത് ആക്രമിക്കുന്ന പോലെ പലപ്പോഴും തോന്നുന്നുണ്ട്. ഈ സൗമനസ് എല്ലാവരോടും കാണിച്ചിരുന്നെങ്കിൽ ഇപ്പം പിന്നെ തമ്പുരാട്ടി എന്നുള്ള സ്പെസിഫിക് ഞങ്ങളുടെ ജാതിയുടെ ഒരു വിളിപ്പേരാണ്. ഞങ്ങൾ ക്ഷത്രിയ വംശത്തിൽപ്പെട്ടവരാണ്. അതിൽ തമ്പുരാൻ കോയിത്തമ്പുരാക്കന്മാർക്ക് ഈ ഒരു സംബോധന വളരെ 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 ഇതേ ആളുകൾ തന്നെയാണ് ഒരു മഹാക്ഷേത്രത്തിൻ്റെ ആചാരം നശിപ്പിച്ചാൽ അത്രയും പുരോഗമനമാകും എന്ന് വാദിച്ച കൂട്ടർ. ഇതേ ആളുകൾ തന്നെയാണ് ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല എന്ന് വാദിക്കുന്നവർ. തമ്പുരാട്ടി നമസ്കാരം. നമസ്കാരം. ഈ വർഷത്തെ പത്മ പുരസ്കാരം, അത് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ വിഭാഗത്തിലുള്ള പത്മ പുരസ്കാരം തമ്പുരാട്ടിയെ തേടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിന് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വളരെ വളരെ നന്ദി. അതോടൊപ്പം ഒരുപാട് വിവാദങ്ങളും ഉണ്ടായി ഇതുമായിട്ട്, ഇതിനെ ചുറ്റിപ്പറ്റി. അപ്പം ആദ്യം മോശം കാര്യത്തിൽ നിന്ന് നല്ല കാര്യത്തിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വിവാദത്തെ പറ്റി തന്നെ 1-2 കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ശ്രീ ശശി തരൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തമ്പുരാട്ടി അഭിനന്ദിച്ചുകൊണ്ട് ഇട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പ്രിൻസസ് അശ്വതി തിരുനാൾ ലക്ഷ്മിഭായിയുമായി സംസാരിച്ചുവെന്നും പ്രിൻസസ് അത് തീർത്തും ഡിസേർവ് ചെയ്യുന്നു ഈ അവാർഡ് എന്നും കൺഗ്രാറ്റുലേറ്റ് ചെയ്തു, അങ്ങനെയൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ കമൻസിൽ ഒരുപാട് പേര് തമ്പുരാട്ടി അഭിനന്ദിച്ചുകൊണ്ടും കുറച്ച് പേര് വിമർശിച്ചുകൊണ്ടും. അതിൽ ഈ വിമർശകർ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്ന്, പ്രിൻസസ് എങ്ങനെ വിശേഷിപ്പിച്ചു, അതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇതെന്തിനാണ് ഈ അവാർഡ് എന്നാണ്. അതുപോലെ ഈ ശശി തരൂരിൻ്റെ പോസ്റ്റ് അല്ലാതെ തന്നെ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ ഇങ്ങനെ ഒരു 100 പേര് തമ്പുരാട്ടി അഭിനന്ദിച്ചാൽ 10 പേര് വിമർശിക്കാനുമുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ തന്നെ ഒന്ന് തരാൻ ശ്രമിക്കുകയാണ്. അതായത് സുപ്രീം കോർട്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം സംബന്ധിച്ച ജഡ്ജ്മെൻറ്റിൽ, സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റിൽ പേജ് നമ്പർ 10, അതിൽ the act of surrender or dedication of the entire kingdom to Sri Padmanabha Swami as referred to by the High Court has been described in a book titled Sri Padmanabha Swami Temple, authored by Princess Ashwati Tirunal Gauri Lakshmi Bhai as under എന്ന് പറഞ്ഞത് ഇതിന് കോട്ട് ചെയ്യുന്നു. അപ്പം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ 10ാമത്തെ പേജിൽ തമ്പുരാട്ടിയെ പ്രിൻസസ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി അവർക്കും കോൺസ്റ്റിറ്റ്യൂഷൻ പരിജ്ഞാനം ഇല്ലെന്നൊക്കെ ഇവർ ആക്ഷേപിക്കുമോ നിശ്ചയമില്ല. അതുപോലെ രണ്ടാമത്തെ വിമർശനം ഇത് എന്തിനാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഈ തമ്പുരാട്ടിയുടെ ഈ സാഹിത്യ കൃതികളെല്ലാം വെച്ചൊരു അഭിമുഖം ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ വിവാദത്തെക്കുറിച്ചുള്ള തമ്പുരാട്ടി ശ്രദ്ധിച്ചിരുന്നു? അത് എവിടെയാണ് ഉത്തരം തുടങ്ങേണ്ടതെന്ന് എനിക്ക് നല്ല നിശ്ചയമില്ല. പക്ഷേ എന്നാൽ പോലും ആദ്യത്തെ കാര്യം, ഭാഗ്യം കൊണ്ട് ഞാൻ ഫേസ്ബുക്കിലില്ല. അപ്പോൾ എന്നെക്കുറിച്ച് നല്ലതോ ശൂന്യമോ ആരെഴുതിയാലും രണ്ടും എനിക്ക് കാണാനായിട്ടുള്ള വഴിയില്ല. ഒന്ന്. പിന്നെ രണ്ടാം, പക്ഷേ ഞാൻ അറിഞ്ഞു ഒരു വിഭാഗം ആളുകൾ ഇതിനെപ്പറ്റി ഒരു തികച്ചും നല്ല രീതിയിലല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. എന്തിനാണ് ഈ വിഭാഗത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഒന്ന് സൂചിപ്പിച്ചാൽ, ഞാൻ ഇവരുടെ ഈ പലരുടെയും ഈ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കമൻ്റ് ഇടുന്നവരുടെയൊക്കെ അവർ മുമ്പിട്ട പോസ്റ്റുകളൊക്കെ നോക്കാറുണ്ട്, വെറുതെ അവരുടെ ഒരു ഐഡിയോളജിയൊക്കെ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ആളുകളുടെ ഞാൻ പരിശോധിച്ചപ്പോൾ ഞാൻ കണ്ടെത്തിയ കാര്യം എന്ന് പറയുന്നത്, ഇതേ ആളുകൾ തന്നെയാണ് ഒരു മഹാക്ഷേത്രത്തിൻ്റെ ആചാരം നശിപ്പിച്ചാൽ അത്രയും പുരോഗമനമാകും എന്ന് വാദിച്ച കൂട്ടർ. ഇതേ ആളുകൾ തന്നെയാണ് ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല എന്ന് വാദിക്കുന്നവർ. ഇതേ ആളുകൾ തന്നെയാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുടെ സമയത്ത് വിളക്ക് കൊളുത്തണം, രാമനാമം ജപിക്കണമെന്ന് KS ചിത്ര പറഞ്ഞപ്പോൾ
ആക്ഷേപം ചൊരിഞ്ഞത്. ഇതേ ആളുകൾ തന്നെയാണ് തമ്പുരാട്ടിയെ ആക്രമിക്കുന്നത്. ഇതെല്ലാം ഒരേ. ഞാൻ വളരെ വലിയ ലീഗിലാണ്. അത്രയും പ്രാധാന്യം അവരെനിക്ക് തരുന്നുണ്ടല്ലോ. ശബരിമലയും അയോധ്യയും ദേശീയ ഗാനവും ചിത്ര വളരെ ഫേമസ് ആണ്. അപ്പോൾ അത്രയും ഒരു പ്രാധാന്യം എനിക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഒരു വിധത്തിൽ അതൊരു നിഗ്രഹ രൂപേണ അനുഗ്രഹം എന്നൊക്കെ വേണമെങ്കിൽ പറയുന്ന പോലെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ആർക്കാണെങ്കിലും അവരുടെ സ്വന്തം അഭിപ്രായത്തിന് എല്ലാ അധികാരവും അവകാശവും ഉണ്ട്. എല്ലാവർക്കും ഒരാളെ പറ്റി നല്ലത് പറയണം എന്ന് നമ്മൾ വിചാരിക്കുന്നത് അസംഭവ്യം. തീർച്ചയായിട്ടും പ്രത്യേകിച്ചും കേരളം പോലത്തെ ഒരു സ്റ്റേറ്റ് ആകുമ്പോൾ വളരെ വളരെ അസംഭവ്യം. പക്ഷേ ഇങ്ങനൊരു വിവാദം വരുന്നത് സത്യമായിട്ട് ഞാൻ വിചാരിച്ചതേ അല്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വിവാദം വരേണ്ട യാതൊരു ആവശ്യവുമില്ല. എനിക്ക് തോന്നുന്നു 6 പേർക്കാണ് കേരളത്തിൽ നിന്നും പത്മ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഒ രാജഗോപാലിന് പത്മഭൂഷണും ബാക്കിയുള്ളവർക്ക് പത്മശ്രീയും. ബാക്കി ആർക്കും ഒരു വിവാദത്തിൻ്റെ പാത്രമാവാനും ഉള്ള ഒരു സന്ദർഭം കിട്ടിയിട്ടില്ല. എനിക്ക് മാത്രമാണുള്ളത്. ഏതായാലും അത് അങ്ങനെ വിമർശിക്കുന്നവർക്ക് അവരവരുടെ കാര്യങ്ങൾ കാണുമായിരിക്കും. നടന്നോട്ടെ, എല്ലാവരും നന്നായിരിക്കട്ടെ. അങ്ങനെ അവരുടെ മനസ്സിലിരിക്കുന്ന ആ കാലുഷ്യം വെളിയിലേക്ക് പ്രകടിപ്പിച്ച് അവർക്കൊരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ സമാധാനം കിട്ടട്ടെ എന്ന് മാത്രം. അല്ലെ, അതുപോലെ തന്നെ ഇവർ പറയുന്നത് ഈ കാലഘട്ടത്തിൽ തമ്പുരാട്ടി എന്ന് വിളിക്കാമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതേ കൂട്ടർക്ക് ഒരു ബിഷപ്പിനെ തിരുമേനി എന്ന് വിളിക്കുമ്പോൾ പ്രശ്നമില്ല. ബിഷപ്പിനെ തിരുമേനി എന്ന് വിളിക്കുക തന്നെ വേണം, അത് ആക്ഷേപം പറയുകയല്ല. ബിഷപ്പിനെ തിരുമേനി എന്ന് വിളിക്കുമ്പോൾ പ്രശ്നമില്ല. അല്ലെങ്കിൽ പാത്രിയാർക്കീസ് ബാവ തിരുമനസ്സുകൊണ്ട് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ പ്രശ്നമില്ല. അതും അങ്ങനെ തന്നെ വിളിക്കണം, അത് തെറ്റില്ല. പക്ഷേ ഒരു തിരുവിതാംകൂർ രാജകുടുംബത്തെയോ കൊച്ചി രാജകുടുംബത്തെയോ പന്തളത്തെ രാജകുടുംബത്തെയോ തമ്പുരാനെന്ന് വിളിച്ചാൽ പ്രശ്നമായി. അതുപോലെ തന്നെ ഇപ്പോൾ തരണനെല്ലൂർ നമ്പൂരിപ്പാടിനെ തിരുമേനി എന്ന് വിളിച്ചാലും പ്രശ്നമായി. അപ്പോൾ ഒരു വിഭാഗത്തെ മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്ത് ആക്രമിക്കുന്ന പോലെ പലപ്പോഴും തോന്നുന്നുണ്ട്. ഈ സൗമനസ്യം എല്ലാവരോടും കാണിച്ചിരുന്നെങ്കിൽ, ഇപ്പോൾ ബിഷപ്പിനോട് കാണിക്കുന്ന അല്ലെങ്കിൽ പാത്രിയാർക്കീസ് ബാവ തിരുമേനിയോട് കാണിക്കുന്ന ആ സൗമനസ്യം എല്ലാവരോടും കാണിച്ചാൽ നന്നായിരുന്നതാണ്. അല്ല, ഒരു കാര്യം, ഞങ്ങളൊരു മൈനോറിറ്റിയാണ്, അവരൊക്കെ മെജോറിറ്റിയാണ്. വോട്ട് ബാങ്കിൽ നമുക്ക് യാതൊരു സ്ഥാനവും ഇല്ല. പിന്നെ കുറച്ച് അവരുടെ ഒരു പക്ഷേ അവർക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വയ്യാത്തതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ പ്രതികരിക്കുന്നത്, ഈ തമ്പുരാനും തമ്പുരാട്ടിന്നൊക്കെ. ആദ്യത്തെ കാര്യം, സുപ്രീം കോർട്ട് പ്രിവിലേജസും പ്രിവി പേഴ്സും ഒക്കെ അബോളിഷ് ചെയ്തപ്പോൾ ടൈറ്റിൽസ് അബോളിഷ് ചെയ്തിട്ടില്ല. അതാണ് സുപ്രീം കോർട്ടിൻ്റെ പ്രിൻസസ് എന്ന് വെച്ചിരിക്കുന്നത്. ടൈറ്റിൽസ് ഗദ്ദി, ദ ത്രോൺ ടൈറ്റിൽ. അത് ഞാൻ എത്രയോ കേട്ടാണ്, ഞാൻ കോടതിയിൽ നിന്ന് എത്രയോ വീണ്ടും വീണ്ടും കേട്ടതാണിത്. അപ്പോൾ അത് ഒന്ന്. പിന്നെ തമ്പുരാട്ടി എന്നുള്ള സ്പെസിഫിക് ഞങ്ങളുടെ ജാതിയുടെ ഒരു വിളിപ്പേരാണ്. ഞങ്ങൾ ക്ഷത്രിയ വംശത്തിൽപ്പെട്ടവരാണ്. അതിൽ തമ്പുരാൻ കോയിത്തമ്പുരാക്കന്മാർക്ക് ഈ ഒരു സംബോധന വളരെ 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 സ്വാഭാവികമായിട്ട് സാധാരണമാണ്. എത്രയോ 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 പേര് അതിന് ഒരു രാജാവെന്നോ അല്ലെങ്കിൽ ഒരു ചക്രവർത്തി എന്നുള്ള ഒരു ഇൻഡിക്കേഷനും അല്ല. ഞങ്ങളുടെ ജാതിയുടെ വിളിപ്പേരാണ്. അങ്ങനെ കേരളത്തിൽ ജാതിയുടെ വിളിപ്പേരുകൊണ്ട് എത്ര പേരുകൾ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കേരളത്തിലുള്ളവർക്ക് അറിയാമല്ലോ ഏതെല്ലാം ജാതി വിഭാഗങ്ങളുണ്ടെന്നോ ആ ജാതി കൂടെ ചേർത്ത് വിളിക്കുന്നത്. അപ്പോൾ പിന്നെ എന്താണ് അവർക്ക് പ്രശ്നം എന്ന് അറിയാൻ വയ്യ. തമ്പുരാട്ടിയുടെ ഈ സാഹിത്യ ജീവിതത്തിലേക്ക് കടന്നാൽ തമ്പുരാട്ടി എഴുത്തിൻ്റെ ലോകത്തേക്ക് എങ്ങനെയാണ് കടന്നു വരുന്നത്? തമ്പുരാട്ടിയെ പ്രോത്സാഹിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ചിത്തിരനാൾ തിരുമനസ്സോ അല്ലെങ്കിൽ അച്ഛൻ തിരുമേനിയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അല്ല, വളരെ കുട്ടിക്കാലം ഞങ്ങളാരും സ്കൂളിൽ പോയിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ വെച്ചാണ് പഠിച്ചത്. ട്യൂട്ടേഴ്സ് വന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്തത് ഇവിടെ വെച്ച് തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ തരക്കാരായിട്ടുള്ള ഫ്രണ്ട്സ് ആരും ഇല്ല. പക്ഷെ അതിൽ ഞങ്ങൾക്കൊരു പ്രത്യേകിച്ച് അറിയാൻ വയ്യാത്ത കാര്യത്തിൽ ഒരു നഷ്ടബോധം വരില്ലല്ലോ. അപ്പം നമുക്കങ്ങനെ ഫ്രണ്ട്സ് ഇല്ല. പക്ഷേ അങ്ങനെ ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് അല്ലാതെ വേറെ ഒരുപാട് ഫ്രണ്ട്സുണ്ട്. ഒന്ന്, ഞങ്ങൾക്ക് ജനറേഷൻ ഗ്യാപ്പില്ല. അമ്മുമ്മ തൊട്ട് അന്ന് അനിയനാണ് കൊച്ച്, അനിയൻ പിന്നെ ഞങ്ങളുടെ ജനറേഷനാണ്. നമുക്ക് ആർക്കും ഒരു ജനറേഷൻ ഗ്യാപ്പ്, ആരുടെ കൂടെ വേണമെങ്കിലും ഇടപഴകാനുള്ള ജനറേഷൻ ഗ്യാപ്പില്ല. പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ
സുഹൃത്തും ഞങ്ങളുടെ കോൺഫിഡൻറ്റ്, ഞങ്ങളുടെ കൊച്ചു കൊച്ചു ദുഃഖങ്ങൾ പറയാനും ഞങ്ങൾക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അങ്ങനെ പറഞ്ഞൊരു ആഗ്രഹം നേടാനായിട്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ കൊച്ചു കൊച്ചു പിന്നെ കഥ കേൾക്കുന്ന ഇതൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ. അല്ലെങ്കിൽ പുസ്തകം, ഫെയറി ടെയിൽസൊക്കെ, അതൊക്കെ ഞങ്ങൾക്ക് കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ. അതല്ലാതെ ഞങ്ങൾക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അതൊക്കെ ഞങ്ങൾക്ക് ഒരു എന്താ ഇത് കൽപ്പകവൃക്ഷം പോലെ നിന്നത് ചിത്ര തിരുനാൾ മഹാരാജാവ് തിരുമനസ് തന്നെയാണ്. ഈ മുറി വെച്ച് തന്നെയാണ് എത്രയോ കഥകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് എന്തെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ചിത്ര തിരുനാൾ തന്നെയാണ് ഞങ്ങളെല്ലാം ഓടിപ്പോയി പറയുന്നതും ഒക്കെ അമ്മാവൻ്റെ അടുക്കലാണ്. പക്ഷേ ഈ എഴുത്തിൻ്റെ കാര്യത്തിൽ അമ്മാവൻ കസേരയിൽ ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾക്ക് 3 പേർക്കും 3 സാറ്റിൻ മെത്ത, 3 നിറത്തിൽ. ഊണ് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്ന് ആ സാറ്റിൻ മെത്തയിൽ കയറിയിരുന്ന അമ്മാവൻ 1 മണിക്കൂർ നേരം ഞങ്ങൾക്ക് കഥ പറഞ്ഞു തരും. എന്തെങ്കിലും ഒഫീഷ്യൽ അസൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അത് മുടക്കുന്നത്. അല്ലെങ്കിൽ ദാറ്റ് വാസ് എ വെരി റെഗുലർ റുട്ടീൻ തന്നെയായിരുന്നു. അത് ഞങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അതിൽ നിന്ന്. ഏതായാലും പക്ഷേ എഴുത്തിൽ അമ്മാവന് പ്രത്യേകിച്ചൊരു പങ്ക് പ്രത്യക്ഷമായിട്ടില്ല. പരോക്ഷമായിട്ടെല്ലാം അമ്മാവൻ തന്നെ, പത്മനാഭൻ കഴിഞ്ഞാൽ. പക്ഷേ പ്രത്യക്ഷമായിട്ട് അതിലില്ല. തന്നെത്താനിരുന്ന് എഴുതി, ആരും പ്രോത്സാഹിപ്പിച്ചൊന്നുമല്ല. ഒരു കൊച്ചു 2-3 നോട്ട് ബുക്ക് എഴുതുക, അതിൻ്റെ അവിടെ ഉണ്ട് 2-3 ഏറ്റവും അടിയിലിരിക്കുന്ന 3 നോട്ട് ബുക്ക്. പ്രൈവറ്റ് ബുക്ക് എന്നാണ് അതിൻ്റെ പേര് തന്നെ. അതിൽ കൊച്ചു കൊച്ചു കവിതകൾ, കൊച്ചു കൊച്ചു ലേഖനങ്ങൾ, അങ്ങനെ 2-3 ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ബുക്കാണ് ആ പച്ച. അതെ, ഇതാണ് ആദ്യത്തേത്. ഞാൻ തന്നെത്താനെ എന്നെപ്പറ്റി ഞാൻ പ്രായമായിരിക്കും ഇങ്ങനെ ആയിരിക്കുന്ന എൻ്റെ ഐഡിയ. ഇത് ഏതാണ്ട് എത്ര വയസ്സിലായിരിക്കും ഇങ്ങനെയൊക്കെ വരച്ചത്? എനിക്കിപ്പോൾ നല്ല നിശ്ചയമില്ല. കുട്ടിയായിരിക്കുമ്പോഴാണ് ആയിരിക്കാം, ഇതൊക്കെ കുട്ടിയായിരിക്കുമ്പോഴാണ് എല്ലാം. ഇതെന്താ എഴുതിയിരിക്കുന്നത്? സ്റ്റോറീസ് ആണോ അതോ പോയംസ്? പോയംസ് ഉണ്ട്, ലേഖനങ്ങളുണ്ട്. അങ്ങനെ അതിൽ ഏകദേശം എത്ര വയസ്സിൽ എഴുതിയതായിരിക്കും? ഒരു 10-11 വയസ്സിലായിരിക്കും ഒക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ 3 ബുക്കുണ്ട്. അതിൽ ഒരു ബുക്കിൽ ഞാൻ ആരെയും കാണിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ബുക്കിൽ അച്ഛൻ മാത്രം നോക്കിയത് അച്ഛൻ എഴുതിയതാണ്. എനിക്ക് അത് അച്ഛനാണ് എഴുതിയത്. കേണൽ തിരുമേനിയുടെ കൈപ്പടയാണ്. അതെ, അച്ഛൻ എഴുതിയതാണിത് ഈ ബുക്കിൽ. മൈ സ്വീറ്റ് ഡിയർ ലിറ്റിൽ ചൈൽഡ്. അതെ, അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ അച്ഛൻ എഴുതിയതാണ്. വേറെ ആരും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അച്ഛനും വലിയൊരു മതിപ്പാണ്, എഴുത്തിനെ പറ്റിയൊക്കെ വലിയ മതിപ്പാണ്. അമ്മ വളരെ സ്ട്രിക്റ്റാണ്, വളരെ സ്ട്രിക്റ്റ്. ഭാഷയുടെ കാര്യത്തിലും വളരെ സ്ട്രിക്റ്റ്, പൊതുവെ സ്ട്രിക്റ്റാണ്. പക്ഷേ ഭാഷയുടെ കാര്യത്തിൽ വളരെ ഒരു വെട്ടുവീഴ്ച സമ്മതിക്കുകയില്ല. അപ്പോൾ ഞങ്ങൾ കൂടുതൽ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ റെപ്പറ്റേഷൻ വരാൻ പാടില്ല. ഒരേ വാക്ക് സിനണിംസ് ഉപയോഗിക്കാം. ഒരു വാക്ക് ഇപ്പോൾ ബ്യൂട്ടിഫുൾ എന്ന് പറയുകയാണെങ്കിൽ യു കാൺട്ട് യൂസ് ഇറ്റ് അഗെയിൻ. യു ക്യാൻ സേ അട്രാക്റ്റീവ്, യു ക്യാൻ സേ എൻചാണ്ടിങ്, യു ക്യാൻ സേ പ്രിറ്റി, ലവ്ലി, ബട്ട് നോട്ട് ബ്യൂട്ടിഫുൾ. അതുപോലെ ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ഇഫ്, ബട്ട്, ആൻഡ് വെച്ച് തുടങ്ങാൻ പാടില്ല. ഇങ്ങനെയൊക്കെ അമ്മയ്ക്ക് വളരെ നിർബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഭാഷയുടെ ഒരു റിഫൈൻഡ് ഭാഷ, പണ്ട് കിങ്സ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ക്വീൻസ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് അതൊരു കുറച്ചുകൂടെ ഒരു വളരെ വേറൊരു തലത്തിലേക്ക് ഇംഗ്ലീഷിൻ്റെ പദപ്രയോഗങ്ങൾ ചിലത്, എല്ലാമല്ല ചിലതൊക്കെ ഉണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, ഐ എം ഗോയിങ് ടു ബെഡ് എന്ന് പറയാൻ പാടില്ല. ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നത്, ഐ എം ഗോയിങ് ടു ബെഡ്. അപ്പോൾ അന്ന് അങ്ങനെ പറയാൻ പാടില്ല. ഞങ്ങൾ തമ്മിൽ അങ്ങനെ പറയില്ല, ഞങ്ങൾ അങ്ങനെ പറയേണ്ട ആവശ്യം, ഞങ്ങൾ ക്വീൻസ് ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കുറേ ആളുകൾ വന്നു ഡിന്നർ, ഞങ്ങൾ കുട്ടികളാണല്ലോ. പക്ഷേ അന്നും അങ്ങനെയൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അത് പറയാം. പക്ഷേ അമ്മയുടെ ഐഡിയ റിട്ടയറിങ് ടു റെസ്റ്റ്, യു മേ റിട്ടയർ ടു റെസ്റ്റ്, അത് ബെഡിൽ പോകാമെന്ന് പറയാം. അതിൽ വേറെ എന്തെങ്കിലും കോൺട്രേഷൻ കണ്ടോ എന്നറിയാൻ വയ്യ. അപ്പോൾ റിട്ടയറിങ് ടു റെസ്റ്റ്. പിന്നെ അല്ലെങ്കിൽ ഇഫ് യു വോണ്ട് ടു സോർട്ട് ഓഫ് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോകണമെങ്കിൽ അതൊരിക്കലും പറയാൻ പാടില്ല. ബാത്റൂം, ടോയ്ലറ്റ് എന്ന് പറയാനേ പാടില്ല. ദാറ്റ്സ് ടോട്ടലി ഔട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. ബാത്റൂം എന്നൊക്കെ അപ്പോൾ അത് പറയാൻ പാടില്ല. അപ്പോൾ അതിന് പറയും ഐ വുഡ് ലൈക്ക് ടു വാഷ് മൈ ഹാൻഡ്സ്. ഇപ്പോഴും അങ്ങനെ പറയാറുള്ളൂ, ഐ വുഡ് ലൈക്ക് ടു വാഷ് മൈ ഹാൻഡ്സ്. ഒക്കുമെങ്കിൽ അത്രേ പറയാറുള്ളൂ, വാഷ് മൈ ഹാൻഡ്സ്. പക്ഷേ ഈ വാഷ് മൈ ഹാൻഡ്സ് എന്ന് പറയുമ്പോൾ പലർക്കും അത് അറിയാൻ വയ്യ. അപ്പോൾ അവർ വാഷ് ബേസിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തും സോപ്പുമായിട്ട്. അങ്ങനെ സംഭവിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചില പദപ്രയോഗങ്ങൾ ഒരു പ്രത്യേകതയോടുകൂടി ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള. തമ്പുരാട്ടിയുടെ ആദ്യത്തെ പുസ്തകം ഏതാണ്? തിരുമുൽക്കാഴ്ച.
അതെ, അതാണ്. ഇതൊരു കളക്ഷൻ ഓഫ് പോയംസ് ആണ്. ചിത്രരുന്നാൾ തിരുമനസിലെ ചിത്രമുണ്ട് ഉണ്ട്. അത് ആദ്യത്തെ ശ്രീ പത്മനാഭ സായർ എന്ന് പറഞ്ഞ പത്മനാഭസ്വാമിയെ കുറിച്ചൊരു സ്തുതിയാണ് ആദ്യം. രണ്ടാമത്തെ ഇൻ എൻട്രീറ്റി വല്യമ്പലം ചിത്രരുന്നാളെ ഒരുപാട് കാലം ആയുസ് കൊടുത്ത് രക്ഷിക്കണേന്നാണ്. മൂന്നാമത്തെ പൊന്നമ്മാവൻ എന്നാണ്. അപ്പോഴത്തേക്ക് അമ്മാവന് സൂക്കേട് കലശലായി ചിത്രയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ചിത്രയിലെ വരാന്തയിലിരുന്ന് മടിയിലൊരു പേപ്പർ വെച്ച് എഴുതിയതാണ്. അപ്പോൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇച്ഛാമൃത്യുവാണെന്നൊക്കെ. അപ്പോൾ പത്മനാഭൻ്റെ ഒക്കെ പ്രാർത്ഥിക്കുന്നതോട് അമ്മാവിൻ്റെ ഒക്കെ കൂടെ പ്രാർത്ഥിക്കുകയാണ്, ഫൊസൈക്കസ് നോട്ട് എസ് ഓഫൻസ് ഓഫ് ടൈം, കാലത്തിൻ്റെ അനാഥകളാക്കി ഞങ്ങളെ വിട്ടിട്ട് പൊക്കളയല്ലേ എന്നുള്ള ഒരിതാണ്. അടുത്തത് തൊട്ട് മിഡ് നൈറ്റ് തൊട്ട് ഈ പുസ്തകത്തിലുള്ള ബാക്കി 10-12 പോയമേ ഉള്ളൂ. മിഡ് നൈറ്റ് തൊട്ട് പത്മനാഭ ഭാഗത്തിലേക്ക് അമ്മാവിൻ്റെ യാത്ര തുടങ്ങിയപ്പോൾ തൊട്ട് എഴുതിയാണ്. ബാക്കിയെല്ലാം ആ ഒരു വർഷം എഴുതിയാണ്. അത് സന്ധ്യയുടെ മങ്ങുന്ന വെളിച്ചത്തിൽ നടക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല അമ്മാവൻ, പിന്നെ നിത്യക്കൂരിട്ടിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് ആ ഒരു. അപ്പോൾ എനിവേ ദാറ്റ് ഈസ് ദ ഫസ്റ്റ്. അത് ഞാൻ തന്നെ പബ്ലിഷ് ചെയ്തതാണ്. ഈ ദ ഡോൺ ആണെന്ന് തോന്നുന്നു അടുത്ത രണ്ടാമത്തെ. അതും കളക്ഷൻ ഓഫ് പോയംസ് ആണ്. മാക്മില്ലൻ ഇന്ത്യ പബ്ലിഷ് ചെയ്തതാണ്. അത് മിനി കൃഷ്ണൻ എന്ന് പറഞ്ഞ മാക്മില്ലൻ ഇന്ത്യ ഒരു വളരെ ഡൈനാമിക് ലേഡി ഉണ്ടായിരുന്നു, അവരാണ് അത് പബ്ലിഷ് ചെയ്തത്. അതെ. ഭാരതീയ വിദ്യാഭവൻ ആണ് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ വലിയ വർക്ക്സിലൊന്നാണത്. അത് മാസ്റ്റർ പീസ്. അതെ 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 അതെ. അപ്പോൾ ഇതിൽ ഏറ്റവും ഞാനിത് എടുക്കുമ്പോഴൊക്കെ ഞാൻ ഓർമ്മിക്കുന്ന ശ്രീ രാമകൃഷ്ണനെയാണ്. ബോംബെയിൽ ഹി വാസ് എ ചീഫ് എഡിറ്റർ. വലിയ ഒരു ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു അദ്ദേഹത്തിന്. പണ്ഡിറ്റ് നെഹ്റു, രാജഗോപാലാചാരി അവരെല്ലാവരും വളരെ അടുത്ത് പരിചയമുള്ള വളരെ ഗംഭീരനായിട്ടുള്ള, പക്ഷേ കേരളത്തിലെ ഒരു ബ്രാഹ്മണനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ബോംബെയിലെ ഭാരതീയ വിദ്യാഭവൻ്റെ ചുക്കാൻ പിടിക്കുന്ന ചീഫ് എഡിറ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബ്ലെസ്സിങ്സ് വളരെ ഉണ്ട് ഈ ബുക്കിൽ. ഒരു വരി പോലും വായിക്കാതെയാണ് ഈ ബുക്ക് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തത്. ഭാരതീയ വിദ്യാഭവൻ. ഇത് ഒരുപാട് എഡിഷൻസ് വന്നിട്ടുണ്ട്. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ. മലയാളം കൂടുതലാണ്. അത് തമിഴിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അത് ഒരു ശെൽവരാജ് എന്ന് പറഞ്ഞ ഒരു ശ്രീലങ്കൻ നാഷണൽ ഹു ബിക്കേം എൻ ഇന്ത്യൻ നാഷണൽ. പത്മനാഭസ്വാമിയുടെയൊക്കെ ഉള്ള അതീവ ഭക്തി കൊണ്ട് അവർക്ക് ഇവിടെ തിരുവനന്തപുരത്തേക്ക് റീലൊക്കേറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം ഫൈനാൻസ് ചെയ്താണ് തമിഴ്. അതിപ്പോൾ കിട്ടാനില്ല. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് മെയിൻലി പ്രൊഫസർ ശങ്കരൻ നമ്പൂതിരിയാണ്. അതിലത്തെ ഇൻവക്കേഷൻ പോയം ശ്രീ ജയകുമാറാണ്. ശ്രീ ജയകുമാർ ഫ്യൂ ചാപ്റ്റേഴ്സ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടുപേരുടെയും സ്റ്റൈല് വലിയ ക്ലാഷ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൂടുതൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അപ്പോഴേ ശങ്കരൻ നമ്പൂരിയാണ്. അതുകൊണ്ട് പിന്നെ മുഴുവൻ ശങ്കരൻ നമ്പൂരി തന്നെയാണ് ഇത് ചെയ്തത്. അങ്ങനെ അപ്പോൾ അത് ആണ്. ഹിന്ദിയിൽ എഴുതിയത് കമല പത്മഗിരീശൻ എന്ന് പറഞ്ഞ്, പത്മഗിരീശൻ ഇവിടെ പോലീസിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഹിന്ദിയിലേക്ക് ഉള്ള ട്രാൻസ്ലേഷൻ. അതൊക്കെ വലിയൊരു ഒരു തപസ്യായിട്ടൊക്കെയാണ് അവർ ചെയ്തത്. ഇത് ശരിക്കും വളരെ ഒരു എൻസൈക്ലോപീഡിക് ആണ് ഇതിൻ്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത്. അതെ. പക്ഷേ ഈ പല പുസ്തകങ്ങളും ചിലത് പബ്ലിഷറും പ്രിൻ്ററും ഒക്കെ ഒരു കുട കീഴിൽ പോകും. പക്ഷേ ഇതിൽ അക്ഷര ഓഫ്സെറ്റാണ് ഇതിൻ്റെ. ഇത് പറയുമ്പോൾ അവർ പബ്ലിഷർ അല്ലെങ്കിൽ പോലും എൻ്റെ പുസ്തകങ്ങളെ പറ്റി പറയുമ്പോൾ അവരെ ഓർത്തേ പറ്റൂ. മധുവിനെയും രാജലക്ഷ്മിയെയും ഓർത്തേ പറ്റൂ. അക്ഷരയുടെ സ്റ്റാഫിനെയും ഒക്കെ അവർ അത്രമാത്രം അവരെ സ്വന്തം പോലെയാണ് ഈ പുസ്തകം കൈകാര്യം ചെയ്തത്. തുളസി ഗാർലൻഡ്. ഇത് പത്മനാഭസ്വാമി ടെമ്പിൾ ബുക്ക് കഴിഞ്ഞിട്ടാണ് 4ാമത്തെ ബുക്കാണ്. ഇത് 32 തിരുവിതാംകൂർ ക്ഷേത്രങ്ങളെ കന്യാകുമാരി തൊട്ട് കൊതിക്കല്ലിരിക്കുന്ന അരൂർ വരെ ഉള്ളതാണ്. ഇതും ഭാരതീയ വിദ്യാഭവൻ്റെ ആണ്. അവരാണ് പബ്ലിഷേഴ്സ്. കേരള ടെമ്പിൾ ആർക്കിടെക്ചർ സം നോട്ടബിൾ ഫീച്ചേഴ്സ്. അത് സെക്കൻഡ് മയോണിക് കോൺഫറൻസ് ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടന്നു. അപ്പോൾ ഉള്ളതാണ്. അത് അവരാണ് അടിച്ചത്. മൈറ്റി ഇന്ത്യൻ എക്സ്പീരിയൻസ്. ഇതും എങ്ങനെ എഴുതിയെന്നൊന്നും എനിക്കൊരു പിടിയില്ല. നോക്കുമ്പോഴാണ് അത്ര ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. എങ്ങനെ എഴുതിയെന്ന് ഒരു പിടിയില്ല. ഇതും ഭാരതീയ വിദ്യാഭവനാണ്. ഭാരതീയ വിദ്യാഭവൻ്റെ പബ്ലിക്കേഷനാണ്.
ഗ്ലിംസസ് ഓഫ് കേരള കൾച്ചർ. അത് അടുത്ത പബ്ലിഷർ രംഗപ്രവേശം ചെയ്യുന്ന ഇത് വെച്ചാണ് നോർത്ത് ഇന്ത്യൻ ഡോർ ഓപ്പൺ ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യ ഇതുവരെ അല്ല, മറ്റേത് ബോംബെ ആണ്. ഇത് KPR നായർ അദ്ദേഹത്തിൻ്റെ കൊണാർക്ക് പബ്ലിഷേഴ്സ്, അന്നൊരു ജെയിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ KPR തന്നെയാണ്. KPR നായരാണ് ഈ ഗ്ലിംസസ് ഓഫ് കേരള കൾച്ചർ. മലയാളമേ മാപ്പും ബുധദർശനവും ഇത് രണ്ടും ആണ് എൻ്റെ മലയാളത്തിൽ ഞാൻ എഴുതിയിരിക്കുന്ന 2 ബുക്കുകൾ. അത് രണ്ടും മലയാള മനോരമയിലെ ബുധദർശനം എന്നുള്ള പങ്ക്തിയിലുള്ള ആർട്ടിക്കിൾസ് ആയിരുന്നു. അപ്പോൾ അതിനെ വിപുലീകരിച്ച് പുസ്തകമാക്കി 2 പുസ്തകമാക്കി. അത് വിനിത ഗോപി എന്ന് പറഞ്ഞ മനോരമയിൽ ജോലി ചെയ്യുന്ന ഒരു വളരെ മിടുക്കിയുണ്ട്. അപ്പോൾ ആ കുട്ടിയാണ്, ഞാൻ പറയും ആ കുട്ടി എഴുതും അങ്ങനെ. അതിൽ ഈ മലയാള മാപ്പ് റെയിൻബോ പബ്ലിക്കേഷൻസ് ചങ്ങനാശ്ശേരിയാണ് ആദ്യം പബ്ലിഷ് ചെയ്ത്. ബുധദർശനം മാരാർ മറ്റേ പൂർണ്ണ പബ്ലിക്കേഷൻസ് കോഴിക്കോട്, പിന്നെ മറ്റേത് മാരാർ തന്നെയാണ്. ഈ രണ്ടും ചങ്ങനാശ്ശേരിയിലുള്ള ഇല്ല. അപ്പോൾ അത് രണ്ടും അവർ തന്നെയാണ് പബ്ലിഷേഴ്സ്. തമ്പുരാട്ടി ഇരിക്കുന്നത് മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഈ 2 പുസ്തകങ്ങളിലും ബാക്കിയെല്ലാം തമ്പുരാട്ടിയുടെ ഇംഗ്ലീഷിലാണ്. അതെ അതെ. ഇത് തുളസി ഗാർലൻഡിന്റെ ഒരു കമ്പാനിയൻ വോളിയം, രുദ്രാക്ഷമാല. 29 മറ്റോ 27 മഹാവിഷ്ണു ടെമ്പിൾ തിരുപ്പതി സാരം തൊട്ട് ശ്രീ ലക്ഷ്മണ പെരുമാൾ ടെമ്പിൾ തിരുമൂഴിക്കുളം എറണാകുളം ഡിസ്ട്രിക്റ്റ്. അതെ അതെ. ഇതും പൂർണ്ണ പബ്ലിക്കേഷൻസ് ആണ്, അവരുടെയാണ്. ഇതും ട്രാവൻകൂറിലെ ടെമ്പിൾസ്. അതെ, അതുകൊണ്ടാണ് ട്രാവൻകൂർ നിട്ടത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് ഒഴിച്ച ഒരു പുസ്തകം എഴുതാനായിട്ട് പഴയ മനസ്സ് അനുവദിക്കുന്നില്ല. അപ്പോൾ തിരുവിതാംകൂർ എന്ന് വെച്ചാലേ പറ്റുള്ളൂ. കേരളമാകുമ്പോൾ പോയില്ലേ, ഇത് മുഴുവനും വെട്ടിമുറിച്ച് ആംപ്യൂട്ടേഷൻ പോലെ പോയി കഴിഞ്ഞു. അതുകൊണ്ട് ട്രാവൻകൂറിന് വേണമെന്ന് വെച്ചാൽ അങ്ങനെ ഇത് ചേർക്കാൻ വേണ്ടിയാണ്. കന്യാകുമാരി പോയത് ഓരോ തിരുവനന്തപുരത്തുകാരനും അതൊരു തീരാ നോവാണ്. സത്യം. ചിത്രനാഥ മഹാരാജാവിന് ഒരിക്കലും ആ ഒരു വേദന അത് പോയല്ലോ എന്നുള്ള വലിയ വിഷമമായിരുന്നു. അത് പോയല്ലോ എന്ന്. ഓരോ തരിമണ്ണും ഓരോ മയിൽക്കുറ്റിയും ചരിത്രത്തിൻ്റെ സാക്ഷിയോ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ സ്രഷ്ടാവുമായിട്ട് നിന്നതാണ്. നെൽപ്പാടങ്ങൾ എന്തെല്ലാമുണ്ട്, മഹാക്ഷേത്രങ്ങൾ, പ്രകൃതി രമണീയത, ഗാഡ്സിൻ്റെ അങ്ങോട്ടുള്ള കണ്ടിന്യൂസ് മാർച്ച് ഓഫ് ദ ഗാഡ്സ്, എന്തെല്ലാം പോയി. ഇത് an amateur's attempt at poetry. ഇതും കൊണാർക്ക് പബ്ലിഷേഴ്സ് ഡൽഹിയിലെ ബുക്കാണ്. ഇംഗ്ലീഷ് പോയട്രിയാണ്. ഇതിൽ തമ്പുരാട്ടിയെക്കുറിച്ച് ഇതിൻ്റെ ഫോർവേഡ് എഴുതിയിരിക്കുന്നത് പ്രശസ്ത കവി K. സച്ചിദാനന്ദനാണ്. അപ്പോൾ അദ്ദേഹം തമ്പുരാട്ടിയെ പറ്റി എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ പോയംസിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ഭാഗം ഞാൻ വായിക്കാം. ഗൗരി ലക്ഷ്മി ഭായ്സ് പോയംസ് ഓൺ എ റേഞ്ച് ഓഫ് തീംസ് ഫ്രം ലവ് ആൻഡ് ഡിവോഷൻ to nature and memory collected here transport the reader to another time when poetry mostly meant ecstasy and enchantment, passion and devotion, sweet remembrances and everyday encounters with the enveloping landscape, all expressed with intense passion, unalloyed excitement and sonorous rhyme. They cool us like a summer rain in these prosaic times of drought and dereliction, like say the densely radiant sonnets of Shakespeare or the lyrical recollections of Wordsworth. അങ്ങനെ പ്രശസ്തനായ കവി K. സച്ചിദാനന്ദൻ തമ്പുരാട്ടിയെ ഷേക്സ്പിയറോടും വേർഡ്സ്വർത്തിനോടും ഒക്കെയാണ് ഇതിനകത്ത് താരതമ്യം ചെയ്തിരിക്കുന്നത്. ഇത് തമ്പുരാട്ടിയുടെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമാണ്, ഹിസ്റ്ററി ലിബറേറ്റഡ് ദ ശ്രീ ചിത്ര സാഗ. ശ്രീ തിരുനാൾ തിരുമനസിനെ കുറിച്ച് ഈ പുസ്തകം നമ്മുടെ പങ്ക്തികളിൽ ഒരുപാട് തവണ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ടെങ്കിലും 2 വാക്ക്. അതിൻ്റെ ശീർഷകം തന്നെ അതിൻ്റെ ഉള്ളടക്കത്തിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. പൊന്നമ്മ ചിത്ര തിരുനാൾ തിരുമനസിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ അമ്മ. ഞാനിതിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാചകം ഇതാണ്: ഈ പുസ്തകം ഒരു അമ്മയും മകനെയും പറ്റിയാണ്. പക്ഷേ അമ്മയും മകൻ്റെ കഥയല്ല, അമ്മയും മകനെയും പറ്റിയാണ്, കഥയല്ല. ആ അമ്മ പക്ഷേ അവരൊരു പ്രത്യേകതയുണ്ട് ഈ അമ്മയ്ക്കും മകനും. ലക്ഷോപലക്ഷം ജനങ്ങൾ അവർക്ക് സ്വന്തം, ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് അവർ സ്വന്തം. അതൊരു വലിയ വ്യത്യാസമാണ് ആ അമ്മയുടെ മകൻ്റെയും. അമ്മയുടെ പേര് പറയുമ്പോൾ മകൻ്റെ പേര് പിന്നെ അറിയാനായിട്ട് യാതൊരു വിഷമവുമില്ല. അമ്മ മഹാറാണി സേതു പാർവതി ഭായ്, മകൻ
ശ്രീ പത്മനാഭദാസ, ശ്രീ ചിത്ര തിരുനാൾ, രാമവർമ്മ തിരുമനസ്, അവരെക്കുറിച്ചാണ് പത്മനാഭൻ്റെ പരിപൂർണ അനുഗ്രഹം കൊണ്ട് ഇത് എഴുതാൻ സാധിച്ചത്. ഇതിലെ ബുദ്ധദർശനം അതുപോലെ മലയാളമേ മാപ്പ് എന്ന ഈ മലയാളത്തിൽ തമ്പുരാട്ടി എഴുതിയ പുസ്തകങ്ങൾ അതിപ്പോൾ ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്യല്ലേ തമ്പുരാട്ടി? അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രണ്ട് ബുക്കിനെ പറ്റിയാണ് ഇങ്ങനെ മനസ്സിലിരിക്കുന്നത്, പക്ഷേ ഒരു എനർജി ലെവൽ കുറച്ച് കുറവായിപ്പോൾ. തമ്പുരാട്ടി ഈ പുസ്തകത്തിൻ്റെ ഹിസ്റ്ററി ലിബറേറ്റഡ് അത് മിനി ടീച്ചറാണല്ലോ ട്രാൻസ്ലേറ്റ് ചെയ്തത്, പ്രൊഫസർ മിനി ജോൺ ആണല്ലോ അത്. ചരിത്രം വെളിച്ചത്തിലേക്ക് ശ്രീചിത്ര ഗാഥ എന്ന പേരിൽ ഗംഭീരമായിട്ടുള്ളൊരു ട്രാൻസ്ലേഷൻ. സാധാരണ ഈ ട്രാൻസ്ലേഷൻ്റെ ഒരു വലിയ ന്യൂനത എന്ന് പറയുന്നത് ആ ഒറിജിനലിനോട് പലപ്പോഴും നീതി പുലർത്താൻ സാധിക്കാറില്ല. ഇത് ആ ഒറിജിനലിനോട് നീതി പുലർത്തി തന്നെ ചെയ്തിട്ടുള്ളൊരു ട്രാൻസ്ലേഷനാണ്. അതിനെക്കുറിച്ച് അതെ, അത് ഒരു മലയാളം ട്രാൻസ്ലേഷൻ വളരെ അത്യാവശ്യം എന്ന് തോന്നിയതുകൊണ്ട് ഡോക്ടർ മിനി ജോൺ തന്നെയാണ് അത് ചെയ്തത്. കിളിമാനൂരിലെ രാമവർമ്മ കോയിത്തമ്പുരാനാണ് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ്, ഏറ്റവും ഡെഡിക്കേഷനോടുകൂടി 24 മണിക്കൂറും ഇതിലിരുന്ന് ഇതിനു വേണ്ടി ചിലവഴിച്ച് സ്വന്തം ആരോഗ്യം പോലും മാറ്റിവെച്ച് ആണ് അത് ചെയ്തത്. അവർ പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തതാണ്, പാലയിൽ പൂഞ്ഞാറ്റാണ് താമസിക്കുന്നത്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുമുണ്ട്. അതിൻ്റെ പബ്ലിഷറാണ് ഇവർ സദ്ഭാവന പബ്ലിക്കേഷൻസ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് ശ്രീ ബാലചന്ദ്രനാണ്. BSSലെ ശ്രീ ബാലചന്ദ്രനാണ് തലപ്പത്തിരിക്കുന്നത്. ചീഫ് എഡിറ്ററായിട്ട് ഡോക്ടർ M.R. തമ്പാൻ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത ഡോക്ടർ M.R. തമ്പാനാണ്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് അത്. അതെ, ബിയോണ്ട് ശ്രീകുമാറാണ് പ്രിൻ്റർ. എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീമതി സിന്ധുവും ഒരുപാട് സഹായം ചെയ്തു. ഉണ്ട് വളരെയധികം അതിൽ ഇൻവോൾവ് ആയിരുന്നു. നമ്മുടെ കണക്റ്റിംഗ് ലിങ്ക് മുഴുവനും സിന്ധു ആയിരുന്നു. അപ്പോൾ ഈ ഹിസ്റ്ററി ലിബറേറ്റഡ് സ്പെഷ്യലി അതിനെപ്പറ്റി അതിനൊരു കേർട്ടൺ ഇടുന്നതിന് മുമ്പേ പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഒരു വലിയ സ്ട്രീം ഓഫ് ആളുകളുടെ പേരൊക്കെ പറയണം. ഇപ്പോൾ ഇതൊരു നന്ദി പ്രകടനമല്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇടം കൈയും വലം കൈയുമായിട്ട് നിന്ന് ഒരുപാട് സ്വന്തം സമയവും സ്വന്തം എനർജിയും എല്ലാം സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിൽ മാത്രം, എന്നുവെച്ചാൽ ഓണററി സർവീസാണ് ചെയ്ത 2 വ്യക്തികളെ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ലിറ്ററേച്ചറിനാണല്ലോ എനിക്ക് ഈ പത്മ പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ കിട്ടുമ്പോൾ ഒരുപാട് പേര് അതിൽ അന്തർലീനമാണ്, ഒരുപാട് പേരുടെ ഭാഗം ഈ ഇതിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ 2 പേരുടെ കാര്യം പറഞ്ഞേ പറ്റൂ. ഒന്ന്, ഇത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഇദ്ദേഹം തന്നെ, പ്രൊഫസർ നളിൻ ഗണേഷ്, അദ്ദേഹമാണ് ഒന്ന്. മറ്റേത് ചരിത്രകാരിയും അക്കാഡമിഷ്യനുമായിരിക്കുന്ന ശ്രീമതി ഉമാമഹേശ്വരി. ഇവർ 2 പേരും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കണ്ടമാനം എന്ന് വെച്ചാൽ നിർലോഭം. അവർക്ക് വേറെ എത്രയോ കാര്യങ്ങളുണ്ടായിട്ട് പോലും എത്ര മണിക്കൂറാണ് പ്രൂഫ് നോക്കുന്നതും. ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ഉള്ള പ്രൂഫ് നോക്കുക, കറക്ഷൻ അല്ലെങ്കിൽ എഡിഷൻസ്, സജഷൻസ്, ഓൾട്ടറേഷൻസ്. പ്രൂഫ് റീഡിംഗ് ആണ് പ്രധാനമായിട്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. പ്രൂഫ് റീഡിംഗ് ഞാൻ കൈകൊണ്ടാണ് എഴുതുന്നത്. എനിക്ക് കമ്പ്യൂട്ടർ എന്നാലും അറിയാമല്ലോ, കമ്പ്യൂട്ടർ അല്ല. അപ്പം അതിങ്ങനെ റഫ് പ്രൂഫ് എഴുതി, ഫെയർ പ്രൂഫ് എഴുതി, അങ്ങനെ. അപ്പോൾ അതിൽ അവരുടെ അങ്ങേരെയും ഉമേരെയും പങ്ക് ഞാൻ പറയാൻ തന്നെ അങ്ങേക്ക് അറിയാമല്ലോ. അതിനൊരുപാട് നന്ദി പരസ്യമായിട്ട് 2 പേരുടെ അടുക്കലും. തമ്പുരാട്ടി ഒരു ബുക്ക് വിട്ടുപോയി തോന്നുന്നു, മറ്റേ പൂഞ്ഞാറ്റ് തമ്പുരാൻ ശബരിമല ശാസ്താവിനെ പറ്റി എഴുതിയൊരു പുസ്തകം. അത് തമ്പുരാട്ടി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ലേ? അത് ഇംഗ്ലീഷിലേക്ക് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ആ മാനുസ്ക്രിപ്റ്റ് മുഴുവൻ കൂടെ ഞാൻ അവർക്കങ്ങ് ഏൽപ്പിച്ചു. എൻ്റെ കയ്യിലൊന്നുമില്ല. ഒരു ഫോട്ടോസ്റ്റാറ്റെങ്കിലും എടുത്ത് വെച്ചിട്ട് കൊടുത്തായിരുന്നെങ്കിൽ മതിയായിരുന്നു. അതുകൊണ്ട് അതുപോലെ ഒരു ഈ മങ്കാറാം രവിവർമ്മ തമ്പുരാനെക്കുറിച്ച്, ചിത്ര എഴുത്ത് അപ്പൂപ്പനെക്കുറിച്ച് ഒരു വലിയ കോഫി ടേബിൾ ബുക്കുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഞാനാണ് എഴുതിയത്. പോർട്രേറ്റ് ഓഫ് എ പെയിൻറ്റർ പ്രിൻസ്. അത് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതെൻ്റെ കയ്യിലുണ്ട്. പക്ഷേ മറ്റേതും
പക്ഷേ അതിലൊക്കെ ഉള്ളൊരു വിഷമം ഞാൻ വായിച്ചു നോക്കിയപ്പോൾ നമ്മളെപ്പോഴും ഒരു പുസ്തകത്തിൻ്റെ ഒരു ആർട്ടിക്കിളിൻ്റെ തുടക്കവും അവസാനവും നന്നായിരിക്കണം, നടുക്കം വേണം, പക്ഷേ ഒരു ഇമ്പ്രഷൻ വരുന്ന തീരുന്ന സ്ഥലത്ത് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കും ഒക്കെ കൂടെയാണ് അടിച്ചിരിക്കുന്നത്. അതെനിക്ക് വലിയ വിഷമമായി പോയി. എത്രയോ കോപ്പി പോയി കഴിഞ്ഞു. അങ്ങനെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഓടുകൂടിയാണ് അതിൽ വന്നിരിക്കുന്നത്. ബട്ട് എനിവേ അങ്ങനെ. പിന്നെ തമ്പുരാട്ടിയുടെ ഈ മലയാള പുസ്തകങ്ങൾ 2 എണ്ണം, അതായത് മലയാളമേ മാപ്പ, ബുദ്ധദർശനം, അതിപ്പോൾ ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്യാനൊരു നീക്കം ഉണ്ട്. അത് 2 ബുക്കിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ അതൊക്കെ ചെയ്യുമോ എന്നുള്ളത്. ഒന്ന്, ഈ 2 ബുക്കിനെ ഞാൻ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, വേറെ ആരും ആവശ്യമില്ല. ഇതിന് മറ്റേത് അങ്ങനെയല്ല, അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇപ്പോൾ ഇംഗ്ലീഷിലേക്ക് എനിക്ക് അല്ല, എൻ്റെ ഇത് തന്നെയല്ലോ. അപ്പോൾ ഇത് 2 കൂടെ ചേർത്ത് ഒറ്റ ബുക്കായിട്ട് അതിൻ്റെ ടൈറ്റിലൊക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. പാച്ച് വർക്ക് ക്വിൽറ്റ്. പാച്ച് ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആണല്ലോ, പല 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 പ്രസിദ്ധീകൃതമായ പല അതെല്ലാം ഒന്നിനും പലതും ഒരു ബന്ധവുമില്ലാത്ത ലേഖനങ്ങളാണ്. അതുകൊണ്ടാണ് പാച്ച് വർക്ക് ക്വിൽറ്റ് എന്ന് എനിക്ക് അപ്പം തന്നെ എനിക്ക് വന്നപ്പോൾ തൊട്ട് അപ്പോൾ ടൈറ്റിൽ എനിക്ക് ഇനി അത് മാറ്റില്ല, എഴുതുമോ എന്നുള്ള വേറെ കാര്യം. അപ്പോൾ ടൈറ്റിൽ പാച്ച്. പിന്നെ വേറൊന്നിങ്ങനെ ആലോചിച്ചത്, അതിപ്പോൾ ആളുകൾക്ക് ജനറൽ ഇൻട്രസ്റ്റ് കാണാനൊന്നും വഴിയില്ല, പക്ഷേ കുറേ അനവധി പേപ്പേഴ്സ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് പല പല കാലഘട്ടങ്ങളിലുമായിട്ട്. ചിലതൊക്കെ കുറച്ച് ഒരുപാട് ജോലി ചെയ്ത് റിസർച്ച് ചെയ്ത് വന്ന പേപ്പേഴ്സുണ്ട്. അപ്പോൾ അത് മലേഷ്യയിൽ എക്കോ ക്രിറ്റിസിസത്തെ കുറിച്ചൊരു പേപ്പർ, എക്കോ ഫെമിനിസം അത് വലിയൊരു പേപ്പറാണ്. മലേഷ്യയിൽ അന്നൊരു ഇനോഗ്രേറ്റിംഗ് ഒക്കെ അമ്മ എന്നുള്ള അതിൻ്റെ കോൺഫറൻസ് അതിൽ പ്രസൻറ്റ് ചെയ്തതാണത്. അപ്പോൾ അങ്ങനെ കുറേ സിഗ്നിഫിക്കൻ്റ് പ്രബന്ധങ്ങൾ ഒരുപാട് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടില്ലേ പല വേദികളിൽ, അതിനെക്കുറിച്ച് പറയാമോ? എല്ലാം ഒന്നും എനിക്ക് ഓർമ്മയില്ല, അതാണൊരു വിഷമം. പക്ഷേ ഒന്ന് ഈ മയോണിക് കോൺഫറൻസിലാണ് അതിവിടെ കാണിച്ചു കഴിഞ്ഞു. പിന്നെ ഒന്ന് ഹാർമണൈസേഷൻ ഓഫ് ഡൈവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി ഒരു സെമിനാർ ഓൺ ബെറ്റർ ലിവിങ് ആൻഡ് ബെറ്റർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ 4 സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൻ്റെ ഉണ്ടായിരുന്നു. അതിൽ സോണിയാഗാന്ധി ആയിരുന്നു അതിൻ്റെ ചെയർപേഴ്സണൊക്കെ. അപ്പോൾ അതിൽ അവിടെ വെച്ച ഒരു പ്രബന്ധം അവതരിപ്പിച്ചു, അതാണ് ഹാർമണൈസേഷൻ ഓഫ് ഡൈവേഴ്സിറ്റീസ്. അത് വന്നിട്ടുണ്ട്. പിന്നെ ഭാരതത്തിലെ ഡൈവേഴ്സിറ്റീസ് ആണോ? ജനറൽ അത് ഇത് ഭാരതം മാത്രമല്ല, ഇറ്റ്സ് ജനറൽ. പിന്നെ വേറൊന്ന് G20യോടനുബന്ധിച്ച് C20 മദ്രാസിൽ വെച്ച ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിൽ ഇന്ത്യൻ കൾച്ചർ, ഗ്രേറ്റ് ഇന്ത്യൻ കൾച്ചറിനെ പറ്റിയൊരു ഫെയർലി ബിഗ് ഒരു പ്രബന്ധം തന്നെയാണ് അവതരിപ്പിച്ചത്. ആ സ്ലോട്ടിൽ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടിയും കൗതുകത്തോടും അഭിമാനത്തോടുകൂടിയും ഓർക്കുകയാണ്. മറ്റേ ആൾ ഇദ്ദേഹം തന്നെയാണ്, നമ്മുടെ അയോധ്യയിലൊക്കെ വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ശ്രീ കെ കെ മുഹമ്മദ്. അദ്ദേഹമായിരുന്നു ഇത്രയും ഒരു ഹമ്പിൾ പേഴ്സണെ കാണാൻ നോക്കില്ല, അങ്ങനെ ഒരാൾ. അപ്പോൾ അദ്ദേഹം ഞാൻ അടുത്ത സ്പീക്കർ ആയിട്ട് വന്നത് അങ്ങനെ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ കുറേ ഉണ്ട്, എനിക്ക് എല്ലാം ഒന്നും ഓർമ്മ വരുന്നില്ല. പിന്നെ ചില കോൺഫറൻസുകളിലൊക്കെ നാഷണൽ കോൺഫറൻസുകൾ പലതിലും ഓരോന്ന് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേയെങ്കിലും എടുത്ത് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആവില്ല, കുറേയെങ്കിലും റോയൽ കോൺട്രിബ്യൂഷൻസ് ടു എഡ്യൂക്കേഷൻ, ദി ഇൻഡിസ്പെൻസിബിൾ ഗണപതി ഭഗവാൻ, ഡിഫറെൻറ്റ് ടോപ്പിക്സ്. അപ്പോൾ പത്മശ്രീയുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ തമ്പുരാട്ടിയുടെ സാഹിത്യ ജീവിതം ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. തമ്പുരാട്ടിക്ക് ഒരു ഇരട്ടി മധുരം എന്നോണം തമ്പുരാട്ടിയുടെ സഹോദരിക്കും ഇപ്പോൾ ഷെവലിയർ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ പരമോന്നത പുരസ്കാരമാണ്. അതുപോലെ തമ്പുരാട്ടിക്കാകട്ടെ ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്ന പരമോന്നത പുരസ്കാരങ്ങളിലൊന്നായ പത്മ പുരസ്കാരവും. അപ്പോൾ തമ്പുരാട്ടി വീണ്ടും അഭിനന്ദിച്ചുകൊണ്ട് നിർത്തട്ടെ. വളരെ വളരെ സന്തോഷം, വളരെ സന്തോഷം. ഞാനും ഇത് ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഈ പുരസ്കാരം ഉൾപ്പെടെ, പ്രത്യേകിച്ച് ഈ പുരസ്കാരം വളരെ ഗംഭീരമായൊരു പുരസ്കാരമാണല്ലോ. അപ്പോൾ ഇത് ഉൾപ്പെടെ എല്ലാം എൻ്റെ എഴുത്തുകളാണെങ്കിലും പുരസ്കാരങ്ങളാണെങ്കിലും ഇത് 54ാമത്തെ പുരസ്കാരമാണ്. ഈ പുരസ്കാരം വരുന്ന പുരസ്കാരം പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം. എത്ര പ്രാവശ്യം പറഞ്ഞാലും മതിയാവില്ല. ആവർത്തന സ്വഭാവം നല്ലോണം ഉണ്ടെന്ന് എനിക്കറിയാം അതിൽ, ഈ വാചകത്തിൽ. പക്ഷേ എന്നാലും പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം, കാരണവന്മാരുടെ ദയവ്, നിങ്ങളെയൊക്കെ പോലെയുള്ള നമുക്ക് നല്ലത് വിചാരിക്കുന്ന ആളുകളുടെ ആ മനസ്സിൻ്റെ നന്മ,
ഇതെല്ലാം ഈ പത്മ പുരസ്കാരത്തിൽ അന്തർലീനമാണ്. ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം.